കേൾക്കുന്നില്ലേ ആ ദീനരോദനം? കേരളം, നമ്മുടെ കേരളം ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കരാളഹസ്തങ്ങളിൽ അകപ്പെട്ടു കഴിഞ്ഞു. പെൺകുട്ടികളടക്കം നമ്മുടെ യുവതലമുറയുടെ സ്വബോധം നഷ്ടപ്പെട്ടു. ഒരു കുടുംബവും അല്ല, ഒരു കുട്ടി പോലും ഈ വിപത്തിൽ നിന്ന് മുക്തരല്ല. മകൻ അച്ഛനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, സഹപാഠികൾ ചേർന്ന് കൂട്ടുകാരനെ കുത്തിവീഴ്ത്തുന്നു. ഈ അവസ്ഥ മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത അനിഷ്ട സംഭവം നമ്മളുടെ വീട്ടിലുമാകാം. ഒരു തലമുറ മുഴുവൻ ഈ നാശത്തിന്റെ പടുകുഴിയിൽ വീണു പോകാതിരിക്കാൻ നാം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനു മുന്നോടിയെന്നോണം സാമ്രാജ് വേൾഡ് ഓഫ് മാജിക്കും പത്തനാപുരം ഗാന്ധിഭവനും ചേർന്ന് ഒരുക്കുന്ന ലഹരി വിമുക്ത ബോധവൽക്കരണം, വിമുക്തി മന്ത്ര. ഇത് ഞങ്ങളുടെ ചരിത്ര നിയോഗം, ദൈവനിയോഗം. ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ പോരാട്ടമാണ്. നിലനിൽക്കാനും അതിജീവിക്കാനും വേണ്ടിയുള്ള പോരാട്ടം. ഇളം തലമുറയെയും വരും തലമുറകളെയും രക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടം. അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ ക്യാമ്പയിന്. കുട്ടികളുടെ ഉള്ളിലേക്ക് ലഹരി വിരുദ്ധ ആശയം, ആ സന്ദേശം എത്തിക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് ആണ് ഞാനിത് മുഴുവൻ സമയം ഇരുന്ന് കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അത്തരത്തിൽ കൺവേ ചെയ്യുവാൻ കൃത്യമായിട്ട് എന്താണോ സന്ദേശം അത് കൃത്യമായി കുട്ടികളുടെ മനസ്സിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിന്ന് ആടിയും പാടിയും എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ മ്യൂസിക്കൊക്കെ ആയി വളരെ മനോഹരമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ എല്ലാ സ്കൂളിലും, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊരുതാം ലഹരി ചതിയെ തടയാം, ഒന്നായി കരുതൽ പടയായി കൈകോർക്കാം. ഉണരാം ഉണരാം നാടിൻ സിരയിൽ പടരും ഭ്രാന്തിൻ തരികൾ പോലും മാറ്റിടാം. പൊരുതാം പൊരുതാം ലഹരി ചതിയെ തടയാം, ഒന്നായി കരുതൽ പടയായി കൈകോർക്കാം. ജനതക്കൂട്ട് വെറുപ്പ് തിന്നു വെറുക്കും വകയെ തുടച്ചു മാറ്റാൻ കൂട്ട്, അടുത്തിരിക്കാൻ പറയാൻ കേൾക്കാൻ സൗഹൃദമേകൂട്ട്. സമാനതകളില്ലാത്ത ഒരു പ്രോഗ്രാമാണ് നമുക്ക് മുന്നിൽ സാമ്രാജ് സാറും സംഘവും അവതരിപ്പിച്ചത്. ആൺപെൺ വ്യത്യാസങ്ങൾ ഏതുമില്ലാതെ ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് ആണ്ടുപോകുന്ന യുവതലമുറയോട് ഒരു വലിയ നോയാണ് എങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ സാറ് നമ്മുടെ മുന്നിൽ വെച്ചത്. വളരെ പ്രയോജനപ്രദമായിരുന്നു. മാജിക്കിലൂടെ ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള കുറേ ആശയങ്ങൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലതായിട്ട് രസിച്ചിട്ടുണ്ട്. ഒരു നല്ല അവബോധം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. ആരും അറിഞ്ഞുകൊണ്ട് ലഹരിക്ക് അടിമയാകുന്നില്ല, മറിച്ച് സാഹചര്യമാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്.